ഹലോ ഗൈസ്, അങ്ങനെ ഒടുവിൽ അനാമികയും കാമുകനെയും ഒരു ഹോട്ടൽ റൂമിൽ വെച്ച് ആദർശ് കൈയോട് പിടികൂടുകയാണ്. ആ ഹോട്ടലിൽ ക്ലയൻസുമായിട്ടുള്ള മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വന്നതാണ് ആദർശ്. അവിടെ വെച്ചാണ് അനാമികയും കാമുകനെയും യാദൃശ്ചികമായിട്ട് ആദർശ് കാണുന്നത്. അവിടെ വെച്ച് വമ്പൻ ട്വിസ്റ്റുകളാണ് നടക്കാനിരിക്കുന്നത്. ആദർശിന്റെ സ്വഭാവം തന്നെ അങ്ങ് മാറുന്നുണ്ട്. ആ ഒരു കിടിലൻ എപ്പിസോഡാണ് ഈ ഒരു എപ്പിസോഡ്. എന്തായാലും നമുക്കത് ഡിസ്കസ് ചെയ്യാം. ആ ഒരു എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് അനാമികയെ തന്നെയാണ്. അനാമികയുടെ നെയിലിനൊക്കെ നെയിൽ പോളിഷ് ഇട്ടോണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അനാമികയുടെ ഫോണിലോട്ട് ഒരു കോള് വരുന്നത്. ആഹാ, പ്രതീഷ് ആണല്ലോ, ഇതെന്താ ഇപ്പൊ വിളിക്കുന്നേ? ഇതും പറഞ്ഞ് അനാമിക ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹലോ പ്രതീഷ്, ഇതെന്താ ഇപ്പൊ ഓഫീസ് ടൈം അല്ലേ? ഈ സമയത്ത് സാധാരണ വിളിക്കാറില്ലല്ലോ. അത് നിനക്കൊരു സർപ്രൈസ് തരാന്ന് കരുതിയിട്ടല്ലേ ഡാർലിംഗ്. ആ പിന്നെ ഇന്ന് ഞാൻ ഓഫീസിൽ നിനക്ക് വേണ്ടി നേരത്തെ ഇറങ്ങി. ഇന്ന് നമുക്ക് ചെറിയൊരു ഔട്ടിങ്ങിന് പോയാലോ? അയ്യോ, ഇന്ന് ഔട്ടിങ്ങിന് പോവാനോ? ഇതേക്കുറിച്ച് മുൻപ് പറയണ്ടേ പ്രതീക്ഷയെ? അനാമിയെ, നീ നോന്ന് മാത്രം പറയരുത്. കാരണം നിനക്ക് വേണ്ടി എഫേർട്ട് എടുത്തിട്ടാ ഞാൻ ഇന്ന് ഓഫീസിന് ഹാഫ് ഡേ ലീവ് എടുത്തത്. പ്രതീഷ്, ഞാൻ ഇനി ഇവിടുന്ന് എന്ത് പറഞ്ഞ ഇറങ്ങുക? ആ അനിയുടെ അമ്മ 100 കൂട്ടം ചോദ്യം ചോദിക്കും. നീ നിന്റെ വീട്ടിലേക്കാന്ന് പറഞ്ഞിറങ്ങ്. അങ്ങനെയാവുമ്പോ അവര് വീട്ടിലോട്ട് വിളിക്കില്ലേ? ആ വിളിച്ചോട്ടെ. നിന്റെ അച്ഛന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അച്ഛനെ അങ്ങനെ പൊട്ടനാക്കാനൊന്നും പറ്റത്തില്ല. ദേ, അച്ഛൻ ആദ്യം പറഞ്ഞിരിക്കുന്നതേ എന്നെ ഇവിടെ കയറ്റി ദൗത്യം പൂർത്തിയാക്കാനാ. അത് കഴിഞ്ഞ് എന്നോട് എന്ത് വേണമെങ്കിലും ആയിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ സ്വത്ത് കൈക്കലാക്കിയ പിന്നെ എന്തോ ആയിക്കൂടെ? ദേ, അന്ന് നമ്മൾ പാർക്കിൽ വെച്ച കണ്ട പോലെ ഇന്ന് മറ്റാരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ദേ എന്റെ ഇവിടുത്തെ നിലനിൽപ്പ് എന്നെ പിന്നെ ഇല്ലാതായി പോകും. അതേക്കുറിച്ച് അച്ഛൻ പറയുന്നത്. ഓ, അപ്പൊ അങ്ങനെയാണോ? എങ്കിൽ പിന്നെ ഞാനൊരു ഐഡിയ കണ്ടിട്ടുണ്ട്. നീ ഇറങ്ങ്. എന്തായാലും നീ നിന്റെ വീട്ടിലോട്ടാണെന്ന് പറഞ്ഞോ. മറ്റുള്ളവരെ കാണാതെ നോക്കിയാ പോരെ? ആദ്യം എന്റെ അടുത്ത് നല്ലൊരു ഐഡിയ ഉണ്ട്. എന്താ പ്രതീക്ഷ? നിനക്കറിയാവുന്ന വേറെ ഏതെങ്കിലും സ്ഥലമുണ്ടോ? നീ ഈ പ്രതീക്ഷിനെ കുറിച്ച് എന്താ വിചാരിച്ചത്? ഈ പ്രതീക്ഷിനെ അറിയാത്ത സ്ഥലങ്ങളൊന്നും ഇല്ല. നീ പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങാൻ നോക്ക്. ശരി, ഓക്കെ. ഇനി അതൊക്കെ കഴിഞ്ഞ് കാണിക്കുന്നത് അനിയാണ്. അനി എന്തൊക്കെയോ ആലോചിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അനിയുടെ അടുത്തേക്ക് ജാനകി വരുന്നുണ്ട്. മോനെ, ഇത് എന്തൊരു ഇരിപ്പാടാ? നീ ഏത് സമയത്തും ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ ശരിയാവുക? അമ്മേ, ഇങ്ങനെ ഇരിക്കുമ്പോ കുറച്ച് മനസ്സമാധാനം കിട്ടുന്നത് പോലെ. മോനെ, അനാമിക മോൾ എങ്ങോട്ടോ പോവാൻ ഇറങ്ങുന്നുണ്ട്. ഞാൻ ചോദിച്ചപ്പോ അവൾ അവളുടെ വീട്ടിലോട്ടാണെന്നാ പറഞ്ഞത്. മോനൊന്ന് അവളുടെ കൂടെ പോ. എന്നിട്ട് ഇന്നൊരു ദിവസം അനാമിക മോളുടെ വീട്ടിൽ നിന്ന് നാളെ രാവിലെ വന്നാ മതി. അമ്മ എന്താ എന്റെ തല ചൂട് പിടിപ്പിക്കാനാണോ ഇവിടെ വന്നിരിക്കുന്നത്? മനുഷ്യ കുറച്ച് സ്വസ്ഥതയിൽ ഇരിക്കുകയായിരുന്നു, അത് നശിപ്പിച്ചില്ലേ? അനി, ഇതൊന്നും നല്ലതല്ല കേട്ടോ. അനി, നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? ആ കുട്ടി ഒരു ഹണിമൂൺ ട്രിപ്പിന് പോലും കൊണ്ടുപോയിട്ടില്ല. എങ്കിൽ പിന്നെ ഇവിടെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോക്കൂടെ? ഒന്നുമില്ലെങ്കിൽ ആ ബീച്ചിലൊക്കെ ഒന്ന് ചുറ്റി വന്നൂടെ? ആ കൊച്ചിനെ കൊണ്ടുവന്ന് ഫുഡ് കഴിക്കാൻ പുറത്തോട്ട് പോവാ, ഒരു സെക്കൻഡ് ഷോക്കൊക്കെ പോവാ. ഇങ്ങനെയൊക്കെ ചെയ്തൂടെ മോനെ നിനക്ക്? എന്താ നീ ഇങ്ങനെയായി പോയത്? അമ്മേ, അവളെ കുറിച്ച് എന്നോട് അമ്മയൊന്നും പറയണ്ട. അവളെ ഞാൻ കൊണ്ടുപോയിട്ടില്ലെങ്കിലേ അവളെ കൊണ്ടുപോവാൻ അവക്ക് വേറെ കാമുകന്മാരൊക്കെ ഉണ്ട്. എന്താണ് നീ പറഞ്ഞത്? ദേ, നിന്റെ കവളത്തെ ഞാൻ ആവശ്യമില്ലാതെ കൈവച്ചിട്ടില്ല. ദേ, നിനക്ക് അനാമിക മോളോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെന്ന് കരുതിയിട്ടേ ആ കൊച്ചിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞുണ്ടാക്കരുത്. അങ്ങനെ നീ ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ കയ്യിന് നീ പണിയുണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കാതെ നോക്കേണ്ടത് നിന്റെ കടമയാ. അതെ, ഞാൻ കുറച്ച് സമാധാനത്തിന് വേണ്ടി ഇവിടെ വന്നിരുന്നത്. എന്തിനാ അതൊക്കെ നിങ്ങൾ എല്ലാവരും നശിപ്പിക്കുന്നത്? ആ സമയത്ത് ദേവിയനെ അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ നീ പ്രശ്നം? ഏട്ടത്തി, ഇവന്റെ പോക്ക് ശരിയല്ല. അതിനെങ്ങനെയാ ഇവിടെ കേറി വന്ന 2 നശൂല ജന്മങ്ങള് എന്റെ മോനെ വശീകരിച്ച് വെച്ചേക്കുവാ. അവൾമാരുടെ അനിയത്തിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ. ഒന്നുമില്ലെങ്കിൽ ഇവന്റെ കല്യാണം കഴിഞ്ഞതല്ലേ ഏട്ടത്തി? അതെന്താ അവര് ചിന്തിക്കാത്തത്? ഏട്ടത്തിക്ക് ഏട്ടത്തിയുടെ മരുമകൾ എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? ജാനകി, എന്തൊക്കെയാ നീ പറയുന്നത്? അനിക്ക് മാറ്റം വരും. വരും, നന്നായിട്ട് അവന് മാറ്റം വരും. അവന് മാറ്റം വരുന്നതേ ആ മൊട്ടച്ചി ഉണ്ടല്ലോ, അവളിവിടെ ഞാൻ കൈപിടിച്ച് കയറ്റേണ്ടി വരും. എങ്കിൽ പിന്നെ ആ കനകദുർഗയുടെയും ആ കള്ളന്റെയും വിജയം ആയിരിക്കും. ദേ, നമ്മൾ അനാവശ്യമായിട്ട് ആരും ഓരോന്നും പറയരുത്. ഇവര് തമ്മിലുള്ള സ്നേഹത്തിന് അവരുടെ അച്ഛനമ്മമാർ എന്ത് പഴിച്ചു? ഏട്ടത്തി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവരുടെ ബുദ്ധിയിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് ഇവർക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നത്. അത് വെച്ച് എന്റെ മോനെ വശീകരിക്കുന്നു. ഇത് കേട്ടപ്പോ അനി പറയുന്നുണ്ട്, ഒന്ന് നിർത്തുന്നുണ്ടോ അമ്മേ? കുറച്ച് മനസ്സമാധാനം തരൂ. വീട്ടിൽ നിന്ന് ഇനി മനസ്സമാധാനം കിട്ടിയില്ലെങ്കിലേ നിങ്ങൾ ആരും പിന്നെ എന്നെ കാണലുണ്ടാകില്ലേ? ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകും. അതുപോലെ തന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത്, ദേ, ആ മൊട്ടച്ചിയെ ഈ വീട്ടിലോട്ട് കയറ്റാൻ വല്ല ഉദ്ദേശവും നിന്റെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഈ അമ്മയെ നീ കാണാന്ന് പോലും പ്രതീക്ഷിക്കണ്ട. ഇതും പറഞ്ഞ് ജാനകി അവിടുന്ന് ദേഷ്യം പിടിച്ച് പോവാണ്. അപ്പൊ ദേവയാനി പറയുന്നുണ്ട്, മോനെ മോനെ അമ്മയോടൊക്കെ ഇങ്ങനെ പെരുമാറുന്നത്? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. വല്യമ്മേ, ഏതൊരു മനുഷ്യനായാലും സഹിക്കുന്നതിന് പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറം ആർക്കും സഹിക്കാൻ പറ്റില്ല. അത്രത്തോളം പൊരുത്തപ്പെട്ട അനാമികയുടെ കൂടെ ഞാൻ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. എല്ലാവർക്കും വാശിയാ വല്യമ്മേ. എന്റെ കല്യാണം വരെ ഒരു വാശിപ്പുറത്ത് നടന്നതാ. ആരും എന്റെ ഇഷ്ടത്തിനും സ്നേഹത്തിനൊന്നും പ്രാധാന്യം തന്നിട്ടില്ല. എന്റെ അമ്മയുടെ മനസ്സിൽ അവള് വന്നതിന് ശേഷം ഇത്രയും വിഷം കുത്തിവെച്ചത്. അല്ലായിരുന്നെങ്കിൽ എന്റെ അമ്മ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. മോനെ, അങ്ങനെയൊക്കെ നീ ചിന്തിക്കുന്നത് തെറ്റാ.
അനാമിക മോള് നല്ല കുട്ടിയാ, ഒറ്റ മോളായി വളർത്തിയത് കൊണ്ട് അവക്ക് ചില പക്വതക്കുറവുകളുണ്ട് എന്ന് കരുതി മോളെ വെറുക്കാൻ മാത്രം ഒന്നും മോള് ചെയ്തിട്ടില്ല. ആര് പറഞ്ഞു ചെയ്തിട്ടില്ലെന്ന്? അവൾ ഓരോന്നോരോന്നായി ചെയ്യുന്നത് ഞാൻ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുക. മോനെ, എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ, ആത്മാർത്ഥമായിട്ട് അനാമിക മോളെ സ്നേഹിക്കണം. നിന്റെ സന്തോഷമായിട്ടുള്ള ഒരു ലൈഫ് കാണാനാ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇതും പറഞ്ഞ് ദേവയാനി അവിടുന്ന് പോവാൻ കേട്ടോ. പിന്നെ കാണിക്കുന്നത് ആദർശിനെയാണ്. ആദർശിന്റെ ഓഫീസ് റൂമിലേക്ക് അസിസ്റ്റന്റ് മാനേജർ കയറി വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, സർ ക്ലയൻസ് റെഡിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, സാറിനോട് എത്രയും പെട്ടെന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ ചെല്ലാൻ പറഞ്ഞു. ആ ഓക്കെ, ഞാൻ എന്തായാലും ഇറങ്ങുവാ. ആ സമയത്ത് നയന തൊട്ടപ്പുറത്തെ ക്യാബിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, നയനെ ഞാൻ ചിലപ്പോൾ എത്താൻ കുറച്ച് ലേറ്റ് ആകും, അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ നീ ഒന്ന് ഹാൻഡിൽ ചെയ്തേക്കണം. അബിയാണ് ഇവിടെ ഉള്ളത്, അവന്റെ മേലിൽ ഒരു കണ്ണ് നിനക്ക് വേണം. ശരി ആദർശേട്ടാ. ആ പിന്നെ ഇന്നെന്റെ ഭാര്യയുടെ ഡിസൈനാ ക്ലയൻസിന് കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുന്നത്. അതെന്തായാലും 100% ഇഷ്ടപ്പെടുന്ന എനിക്കറിയാം. എന്തായാലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് നിനക്ക് എന്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട്. എന്തിനാ ആദർശേട്ടാ? അല്ലാതെ തന്നെ എനിക്ക് ഇഷ്ടംപോലെ ഗിഫ്റ്റ് കിട്ടുന്നുണ്ടല്ലോ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി. അങ്ങനെ ആദർശ് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് നേരെ പോകുന്നത് അനാമിക ചെല്ലുന്ന ഹോട്ടൽ റൂമിലേക്കാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് അനാമികയും കാമുകനെയാണ്. അവർ പുറത്തിരുന്ന് ഒരു ജ്യൂസ് കുടിക്കുന്നുണ്ട്. അപ്പൊ അനാമികയുടെ കാമുകനോട് അനാമിക ചോദിക്കുന്നുണ്ട്, അല്ല പ്രതീക്ഷേ, നിന്റെ പ്ലാൻ എന്താ? ദേ ഇവിടെ ഇരുന്ന് ഓരോ നിമിഷം ഞാൻ തള്ളി നീക്കുന്നത് വരെ പേടിയോടെയാണ്. അനിയുടെ ഫ്രണ്ട്സാണ് എല്ലാത്തിനും കാരണം. അവന്മാർ ഏത് മുക്കിലും മൂലയിലും ഉണ്ടാകും. അവന്റെ ഫ്രണ്ട്സിനെ കൊണ്ട് വലിയ തലവേദനയാണല്ലോ. എന്താ എന്റെ ഫ്രണ്ട്സ് ഇടപെട്ട് അവന്റെ ഫ്രണ്ട്സിനിട്ട് 2 കൊട്ടു കൊടുത്താലോ? അയ്യോ അതൊന്നും വേണ്ട, വെറുതെ ഒരു പ്രശ്നം നമ്മളായിട്ട് ഉണ്ടാക്കി വെക്കണ്ട. ഇപ്പൊ കണ്ടില്ലേ, ഇനി ഞാൻ പോട്ടെ. ഏയ് അത് വേണ്ട, ഞാനൊരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് അവിടെ ഇരുന്ന് കുറച്ചു നേരം സംസാരിക്കാം. റൂമോ? നീ ഇതെന്തൊക്കെയാ പറയുന്നത്? എടി എന്റെ ഫ്രണ്ടിന്റെ പപ്പായുടെ ഫ്ലാറ്റാണ്, നമുക്ക് അവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാം. എടാ പ്രതീക്ഷ, അതൊക്കെ വേണോ? വേണം, ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ദേ ഇവിടുന്ന് ഓപ്പോസിറ്റുള്ള ആ ഫ്ലാറ്റാ, നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോവാം. ശരി. ദേ അനിയുടെ ഫ്രണ്ട്സ് ഒന്നും അവിടെ ഉണ്ടാവില്ലായിരിക്കും അല്ലേ? ഓ പിന്നെ അനിയുടെ ഫ്രണ്ട്സിന് അവിടെ വന്ന് കൂടലല്ലേ പണി, നീ ഒന്ന് പോയേ. എങ്കിൽ പിന്നെ നമുക്ക് ഇറങ്ങാം. ആ ശരി. അങ്ങനെ ഇവര് 2 പേരും കൂടി ഹോട്ടൽ റൂമിലേക്ക് ഇറങ്ങാണ് കേട്ടോ. അങ്ങനെ ആദർശ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഹോട്ടൽ റൂമിലേക്ക് കാറിൽ വന്നുകൊണ്ടിരിക്കുന്നതും കാണിക്കുന്നുണ്ട്. ഇവര് 2 പേരും ഒരുമിച്ചാണ് ആ ഒരു ഹോട്ടലിലോട്ട് കയറുന്നത് കാണിക്കുന്നത്. ആദർശിന്റെ കൂടെ വന്ന അസിസ്റ്റന്റ് മാനേജർ അവിടെ ക്യാബിനിൽ പോയിട്ട് ചോദിക്കുന്നുണ്ട്, ഈ ക്ലയൻസ് ഏത് റൂമിലാണ് ഉള്ളത് എന്ന് കേട്ടോ. അപ്പൊ അവർ റൂം നമ്പർ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവര് ലിഫ്റ്റ് വഴി റൂമിലേക്ക് പോവാണ്. ആ സമയത്താണ് ആദർശ് അനാമികയും കാമുകനെയും കാണുന്നത്. അതായത് ലിഫ്റ്റിൽ കയറാൻ പോകുന്ന സമയത്ത് അനാമികയും കാമുകനും ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കൊഞ്ചി കൊഴിയുന്നത് കാണുന്നുണ്ട് കേട്ടോ. അവരെങ്ങനെ കൊഞ്ചു കൊഴിഞ്ഞുകൊണ്ട് ഹോട്ടലിലോട്ട് കയറി വരുന്നതാണ് ആദർശ് കാണുന്നത്. ആ കണ്ട പാടെ തന്നെ ആദർശ് ഒരു നേരം സ്റ്റക്കായി പോവാൻ കേട്ടോ. അപ്പൊ മാനേജർ പറയുന്നുണ്ട്, സർ നമുക്ക് പോവാനുള്ള ലിഫ്റ്റ് ഓപ്പൺ ആയി. സോറി 1 മിനിറ്റ്. എന്തു പറ്റി സർ? എനി പ്രോബ്ലം? ഏയ് ഒന്നുമില്ല, എനിക്കൊരു പരിചയമുള്ള ആളെ കണ്ടു. തൽക്കാലം നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് എത്താം. അയ്യോ അത് വേണ്ട സർ, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തോളാം. അല്ല താൻ പൊയ്ക്കോളൂ, ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കോളാം. ശരി സർ. ഇതും പറഞ്ഞ് മാനേജർ പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ ആദർശ്. എന്നിട്ട് അനാമികയെ നന്നായിട്ട് വാച്ച് ചെയ്യാണ്. ഇവളെന്തിനാ മറ്റൊരു പയ്യന്റെ കൂടെ ഈ ഹോട്ടലിലോട്ട് വന്നത്? ഇവര് ചെയ്യുന്ന കാര്യങ്ങൾ ആദ്യം വാച്ച് ചെയ്യണം. ഇന്നത്തെ മീറ്റിങ്ങിനേക്കാളും പ്രാധാന്യം എനിക്ക് എന്റെ അനിയന്റെ ജീവിതമാണ്. അതുകൊണ്ട് തന്നെ അനാമികയെ നന്നായിട്ട് വാച്ച് ചെയ്യാണ് ആദർശ്. അനാമികയും കാമുകനും നേരെ റൂമിന്റെ കീ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ക്യാബിലോട്ട് പോവാണ്. ബുക്ക് ചെയ്ത റൂമിന്റെ കീ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ആദർശ് നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഛേ, ഈ അനാമിക ഇങ്ങനെ ഒരു പെൺകുട്ടിയായിരുന്നോ? അവര് റൂം എടുക്കില്ലേ? ഛേ, അനി പറഞ്ഞപ്പോ ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഇവര് റൂമിന്റെ കീയും വാങ്ങിയിട്ട് ലിഫ്റ്റ് കയറി മുകളിലേക്ക് പോവാണ്. ആദർശ ഒരു ഭാഗത്ത് മറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത ലിഫ്റ്റിന് ആദർശ മുകളിലോട്ട് എത്തുകയാണ് കേട്ടോ. അങ്ങനെ അവര് റൂമിലേക്ക് കയറാൻ പോകുമ്പോൾ തന്നെ ആദർശ അത് തടയാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലാണ്. റൂമിന്റെ കീ ഇട്ട് തുറക്കുന്ന ആ ഒരു ടൈം തന്നെയാണ് ആദർശ അവിടെ എത്തുന്നത്. കണ്ട പാടെ തന്നെ ആദർശ അവരെ വിളിക്കുന്നുണ്ട്, അനാമികെ അനാമിക എന്നുള്ള വിളി കേട്ടപ്പോ തന്നെ അനാമിക ആദർശന്റെ മുഖത്തോട്ട് നോക്കാണ്. ആദർശനെ കണ്ടപ്പോ തന്നെ അനാമിക ആകെ അങ്ങ് ഷോക്കായി പോവുക. എന്താ ഇത്? നീ എന്താ ഇവിടെ? അയ്യോ ആദർശേട്ടനോ? ഇവൻ ആരാ? അത് എന്റെ കൂട്ടുകാരനാ. കൂട്ടുകാരന്റെ കൂടെ എന്തിനാ റൂം എടുക്കുന്നത്? അത് പിന്നെ ഇതാരാ അനാമികെ? ആരാന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരാടാ, ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഷോൾഡർ പിടിച്ചിട്ട് ആദർശേട്ടൻ കുത്തു കൊടുക്കാൻ പോവാണ്. അപ്പൊ അനാമിക പറയുന്നുണ്ട്, അയ്യോ ആദർശേട്ടൻ വേണ്ട, ഇത് ഞങ്ങളുടെ ഫ്രണ്ട്സും കൂടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്, അവരെ വെയിറ്റ് ചെയ്യാം. ഈ റൂം വെച്ചൊരു പാർട്ടി അറേഞ്ച് ചെയ്യാനായിരുന്നു. മിണ്ടരുത് നീ എന്താണ് വിചാരിച്ചത്? നീ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുമെന്നോ? അതിന് വേറെ ആളെ നോക്കണം. ഇവന്റെ കൂടെ എല്ലേടി നീ പാർക്കിൽ കൊഞ്ചി കൊഴിഞ്ഞ് ഇവന്റെ മടിയിൽ തലവെച്ച് കിടന്നത്? അനാമികയാണെങ്കിൽ ഇതെങ്ങനെ ആദർശ് അറിഞ്ഞു എന്നുള്ള മട്ടിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, ഈ ചെയ്ത തെറ്റ് എനിക്കൊരിക്കലും നിന്നോട് പൊറുക്കാൻ പറ്റില്ല. അനി പലപ്പോഴും നിന്നെ അവോയ്ഡ് ചെയ്യുമ്പോഴൊക്കെ നീ ചെയ്ത തെണ്ടിത്തരങ്ങൾക്കൊക്കെ ഞാനും എന്റെ വീട്ടുകാരും കൂട്ടി നിന്നിട്ടുള്ളൂ. പക്ഷെ ഇത് പൊറുക്കാൻ പറ്റുന്ന തെറ്റല്ല.
അതുകൊണ്ട് ഇനി ഈ വരവ് എന്റെ വീട്ടിലോട്ട് വേണ്ട. ഇനി അനിയുടെ ഭാര്യയായി തുടരാന്ന് നീ കരുതയും വേണ്ട. ഇതൊക്കെ പറയാൻ നിങ്ങൾ ആരടോ എന്നൊക്കെ പ്രതീക്ഷ പറയുന്നുണ്ട് കേട്ടോ. പ്രതീക്ഷ ഒന്ന് മിണ്ടാതിരിക്കുന്നീ. അനാമികെ, നീ എന്തിനാ ഇയാളെ പേടിക്കുന്നത്? പ്രതീക്ഷ, ഇത് അനിയുടെ ഏട്ടനാ. ഓ, ആ കക്ഷിയാണോ? അതെ, ഞങ്ങൾ വേറെ ആവശ്യങ്ങൾക്ക് വന്നതൊന്നും അല്ല. ഞങ്ങളുടെ കൂട്ടുകാരൻ കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ പിന്നെ ഒരുമിച്ച് കൂടാന്ന് കരുതി വന്നതാ. ഏത് കൂട്ടുകാരനാടാ നിന്നെ ഇങ്ങോട്ട് കാണാൻ വരുന്നത്? പോലീസിനെ വിളിച്ച് നിന്നെ കയ്യോടെ ഏൽപ്പിക്കാൻ അറിയായിട്ടല്ല, പിന്നെ ഇവള് കാരണം അനന്തപുരിക്ക് നാണക്കേടുണ്ടാവും. എന്തായാലും നിങ്ങൾ ഇങ്ങനെ കയ്യോടെ പിടികൂടിയത് നിന്റെ അച്ഛനും അമ്മയും അറിയണം. ഇന്ന് ഞാനൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വന്നതാ. എനിക്ക് മീറ്റിംഗ് അല്ല, എന്റെ അനിയന്റെ ജീവിതമാണ് പ്രാധാന്യം. ഞാൻ എന്തായാലും നിന്റെ അച്ഛനും അമ്മയും വിളിച്ചിട്ടുണ്ട്, അവര് വരുന്നുണ്ട്. എന്നാൽ കൃത്യസമയത്ത് തന്നെയാണ് കേട്ടോ അനാമികയുടെ അച്ഛനും അമ്മയും ഹോട്ടൽ റൂമിലേക്ക് വരുന്നത്. ആ വന്നല്ലോ, പറഞ്ഞ നാവെടുത്തില്ല. ആ എന്താ ആദർശ് മോനെ, എന്താ മോളെ ഇത്? അത് പിന്നെ അച്ഛ, അതെ, ആദർശിന് ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. ഇവളെ ഇനി അനന്തപുരിയിലേക്ക് കയറ്റില്ല. അനി ഇനി ഇവളെ സ്വീകരിക്കാനും പോകുന്നില്ല. ഇനി നിങ്ങളുടെ മോള് അനന്തപുരിയിലെ ഒരു അംഗമല്ല. എന്തിനു വേണ്ടിയാണ് നീ അനന്തപുരിയിൽ കയറി പറ്റിയെന്നുള്ളത് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അങ്കിളിനോടും ആന്റിയോടും ഞാനൊരു കാര്യം പറഞ്ഞു തന്നേക്കാം. നിങ്ങളുടെ മോള് വഴി പിഴച്ച തെറ്റായ രീതിയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നന്നാക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞു നന്നാക്ക്. ഇതുപോലെ കണ്ട ആഭാസമാരുടെ കൂടെ ഹോട്ടൽ റൂമിൽ കഴിയുന്നത് അത്ര അന്തസ്സുള്ള കാര്യമല്ല. അതേക്കുറിച്ച് നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാലോ. ആദർശേ മോനെ, എന്റെ മോൾക്ക് ഒരു തെറ്റ് പറ്റി, നീ ക്ഷമിക്കേ. നിന്റെ അനിയനും നന്ദുവും ഒക്കെ പലതവണ എവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. അതിനൊക്കെ ഞങ്ങൾ എന്തെങ്കിലും പറയാറുണ്ടോ എന്ന് കരുതി അവളും അവനും ഇതുപോലെ കഥ കടിച്ച് ഒരു ഹോട്ടൽ റൂമിൽ കഴിയാനൊന്നും പോയിട്ടില്ല. അവര് സത്യസന്ധരാ. നിങ്ങളുടെ മോൾ ആത്മാർത്ഥമായിട്ട് എന്റെ അനിയനെ സ്നേഹിച്ചിരുന്നെങ്കിൽ അവൻ ഒരിക്കലും ആത്മാർത്ഥത ഇല്ലാത്തവനാവില്ലായിരുന്നു. ആദർശ മോനെ, എന്റെ മോൾക്ക് ഒരു ചാൻസ് കൊടുക്കുന്നീ. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? ഇവളെ ചെയ്ത തെറ്റിന് ശിക്ഷ ഞാൻ വാങ്ങി കൊടുത്തിരിക്കും. ഇതും പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് ദേഷ്യം പിടിച്ച് പോവാണ് കേട്ടോ. അപ്പൊ തന്നെ ഈ അനാമികയുടെ അച്ഛൻ അനാമികയുടെ കാരണം നോക്കി ഒന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. മതിയായില്ലേടി, തൃപ്തിയായില്ലേ നിനക്ക്? എത്ര കഷ്ടപ്പെട്ട അനന്തപുരിയിൽ കയറി പറ്റിയത് എല്ലാം കൊണ്ട് കളഞ്ഞില്ലേ നീ? ആ സമയത്ത് പ്രതീക്ഷ പറയുന്നുണ്ട്, അത് പിന്നെ അങ്കിൾ, എടാ എന്റെ കൺമമ്മി നിന്നെ കണ്ടുപോയത്, പൊക്കോളൂ നീ, നാണം കെട്ടവൻ. അത് പറഞ്ഞപ്പോ തന്നെ അനാമിക ഇട്ടേച്ച് അവൻ ഓടുന്നുണ്ട് കേട്ടോ. അപ്പോ അനാമികയുടെ അമ്മ പറയുന്നുണ്ട്, എന്തിനാ മോളി ഈ ചതി നീ ഞങ്ങളോട് ചെയ്തത്? നീ നിനക്ക് ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഒരു വാക്ക് ഞങ്ങളെ വിളിച്ച് പറഞ്ഞുകൂടായിരുന്നു. എങ്കിൽ പിന്നെ ഞങ്ങൾ ഇതിനൊന്നും സമ്മതിക്കില്ലായിരുന്നു. അമ്മേ, ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? നിനക്കിനി അനന്തപുരിയിൽ ഒരു സ്ഥാനമില്ല. അവൻ പോയിരിക്കുന്നതേ നേരെ അനന്തപുരിയിലേക്കാ, നിന്റെ ബന്ധം വിച്ഛേദിക്കാൻ. എന്തായാലും ഇനി നടക്കാൻ പോകുന്നത് കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ്. അപ്പോൾ എപ്പിസോഡുകൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ട് അതോടൊപ്പം നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.